എൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ, ഇളയ മകളുടെ പ്രായമേ ഉള്ളൂ. അപ്പം എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ്. അതെ. അപ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ എൻ്റെ മകളെ കാണുമ്പോൾ എനിക്ക് തോന്നും, അപ്പോൾ ഞാനൊന്നും അങ്ങനെ പറയാറില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല, അനുസരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ചന്ദനക്കുറിയും അല്ലെങ്കിൽ സിന്ദൂരക്കുറിയും നൂലൊക്കെ കാണുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു. ഈ സഹപ്രവർത്തകർ അങ്ങനെ ഒന്നും വരാറില്ല, കാരണം ഇവരെ പേടിച്ചിട്ട് തന്നെയാണ്. ഇവരെ പേടിച്ചിട്ട് എന്നോട് സംസാരിക്കാറില്ല, ഇന്നതുവരെ എന്നെ ആരും വിളിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ തെറ്റുകാരനായിരിക്കണം, എനിക്ക് തരണ്ട. ആവശ്യം ശരിയാണ്, എൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു അലിഗേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് തരണ്ട, ഞാൻ പോകേണ്ട കാര്യമില്ല, ചോദിക്കുന്നതുമില്ല. ഞാൻ പോവുകയില്ലായിരുന്നു. ഞാൻ അങ്ങനെ 15ഓളം പ്രാവശ്യം പോയി. പോകുമ്പോഴെല്ലാം ഞാൻ ജോലി ചെയ്തിട്ടുള്ള എൻ്റെ മുകളിലോട്ടുള്ള ഓഫീസർമാരെ കണ്ടിട്ടുണ്ട്. അത് ലേഡി ആയാലും ജെൻസ് ആയാലും എല്ലാവരും കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം വളരെ വിഷമമായി. നമസ്കാരം. നടുറോഡിൽ KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് വ്യാപകമായ പരാതിയാണ് ഉയരുന്നത്. നഗരസഭാ അധ്യക്ഷ എന്ന നിലയിൽ അവരുടെ പല ചെയ്തികളും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്? യഥാർത്ഥത്തിൽ സൈബർ പോരാളികൾ കുറ്റപ്പെടുത്തുന്നത് പോലെ ആര്യ രാജേന്ദ്രൻ ഇത്രമാത്രം ഒരു ക്രൂരയായ ഒരു സ്ത്രീയാണോ? അവരുടെ ഭരണ നേട്ടങ്ങളെ മാനിക്കാതെയാണോ ഇവർ അവരെ സൈബർ ആക്രമണം നടത്തുന്നത്? അങ്ങനെ ചോദ്യങ്ങൾ പലതാണ്. പക്ഷേ ആര്യ രാജേന്ദ്രനെതിരെ ഒരു ആരോപണവുമായി അവിടുത്തെ തന്നെ നഗരസഭയിലെ തന്നെ ഒരു ജീവനക്കാരൻ, അല്ല മുൻ ജീവനക്കാരൻ എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖം തൽക്കാലം ഞങ്ങൾ കാണിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില അസൗകര്യങ്ങളും സുരക്ഷയും മുൻനിർത്തിയാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ആര്യ രാജേന്ദ്രൻ താങ്കളെ ദ്രോഹിച്ചു, പലതരത്തിലും ദ്രോഹിച്ചു എന്നാണ് താങ്കൾ ആരോപിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്നൊന്ന് വിശദമാക്കാമോ? 2012 ഞാൻ ജോലി കയറുന്നത്. ഹെവി ഡ്രൈവറായിട്ട് കയറിയതാണ് വെളുപ്പിശാല ഫാക്ടറിയിലേക്ക്. അത് പൂട്ടിയതിന് ശേഷം ഞങ്ങളെല്ലാവരും പിരിച്ചുവിട്ടതിന് ശേഷം 3 മേയർമാരുടെ കീഴിൽ ഞാൻ ജോലി ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന മേയറാണ് ഞങ്ങളെയൊക്കെ ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുറച്ച് പേരെ ആദ്യം എടുക്കുകയും പിന്നെ അവസാന ഘട്ടം 3 പേരിൽ ഞാനുമുണ്ട്. വാച്ച്മാനായിട്ടാണ് കയറിയത്. വാച്ച്മാനായിട്ട് കയറി ഞാൻ മെയിൻ ഓഫീസിൽ തന്നെ പകലും രാത്രിയായിട്ട് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഈ അവസാനം BJPയുടെ ഒരു രാപ്പകൽ സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ നിന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് കയറി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മേയർ എന്നെ താക്കീത് ചെയ്തു. അപ്പോൾ ഒന്നിരാടമാണ് എനിക്ക് ഡ്യൂട്ടി വരുന്നത്. അതായത് താങ്കളുടെ ഡ്യൂട്ടി സമയത്ത് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാനത് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് BJPക്കാർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ച് താക്കീത് തന്നത്. താങ്കൾ ഒരു BJP പ്രവർത്തകനാണോ? BJP പ്രവർത്തകൻ. അവിടെ BJPയുടെ യൂണിയൻ ഇല്ല അവിടെ. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവർ എൻ്റെ നെറ്റിയിലെ സിന്ദൂരവും ചന്ദനവും കയ്യിലെ നൂലൊക്കെ കണ്ടുകൊണ്ട് എന്നെ അങ്ങനെ മുദ്ര കുത്തിയിരിക്കുകയാണ്. ഞാനൊന്നിനും പോകാറില്ല. മുദ്ര, അതായത് ചന്ദനവും കുറിയും ഒന്നും അവർക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നെ അവർ ടാർഗറ്റ് ഇട്ടിരിക്കുകയാണ്. നേരത്തെ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെ അവർ BJPക്കാരുമായിട്ട് ഒന്ന് പിണക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അത് അവർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ താഴെ ചെന്ന് താക്കീത് കൊടുത്ത് ആരെയും കയറ്റണ്ട, അങ്ങനെ പരിധി വിട്ട് ആരെയും വരണ്ട എന്ന് പറഞ്ഞ് ഒരു കൗൺസിലറുടെ കീഴിൽ 2-3 പേര് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഗേറ്റ് പൂട്ടുകയും അങ്ങനെ BJPക്കാരും ഞാനുമായിട്ട് ഉന്തും തള്ളും പ്രശ്നമൊക്കെ ആയി. അങ്ങനെയായി ഇവർ തങ്ങളിൽ ഞാനുമായിട്ട് പിണങ്ങി. BJPക്കാർക്ക് അല്ല, ഒരു വാച്ച്മാൻ പറഞ്ഞാൽ അനുസരിക്കുന്നവരാണോ കൗൺസിലർമാർ? അതായത് 2-3 പേര് വന്നാൽ മതി എന്ന് താങ്കൾ പറയുമ്പോൾ കൗൺസിലർമാർ എന്താണ് മറുപടി പറഞ്ഞത്? പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മേയർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ല ഞാനല്ല, മേയർ പറഞ്ഞിട്ടാണ്, ഈ കൂട്ടം ഒന്ന് മാറ്റാനാണ്, കുറേശ്ശെ കയറാൻ പറഞ്ഞു. അത് പറ്റത്തില്ല, നീ ആരാടാന്ന് ചോദിച്ചുകൊണ്ട് എന്നെ പിടിച്ച് തള്ളാനും 1-2 ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുകളിൽ പോയി പറഞ്ഞു, എന്നെ അടിക്കും എന്ന് പറഞ്ഞപ്പോൾ മേയർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അടിക്കുമെങ്കിൽ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അവിടുത്തെ പേപ്പർ എടുത്ത് പിന്നെ ഫ്രണ്ടിൽ വെച്ചിട്ട് പറഞ്ഞു, തന്നെ ഞാൻ നോക്കി വെച്ചേക്കാണ്, തനിക്ക് ഞാൻ പണി തരുന്നുണ്ട്. താങ്കളുടെ നിയമനവുമായി ബന്ധപ്പെട്ട പേപ്പറിനാണ്? നിയമനമാണ്, അതെ, നിയമന പേപ്പർ എടുത്ത് തൻ്റെ പേപ്പർ ഞാൻ എടുത്ത് വെച്ചിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. ഞാൻ താഴെ പോയി ഡ്യൂട്ടി നോക്കുകയും ചെയ്തു. ഞാനൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസങ്ങളിലൊന്നും BJPക്കാരനോട് ഭയങ്കര മോശമായ രീതിയിലൊക്കെയാണ് സംസാരിച്ചിട്ട് പോയിട്ടുള്ളത്. അത് വിട്ടു ഞാൻ പഴയതുപോലെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് പോയി. അവരുടെ സമരം വിജയിക്കുകയും ചെയ്തു. വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷ സമരം വിജയിച്ചു, നഗരസഭയിലെ പ്രതിപക്ഷം വിജയിച്ചു. രണ്ടാമത് ഹൈക്കോടതി വിധി വന്നു. വേറൊന്നുമല്ല, കേരള സ്റ്റേറ്റിൻ്റെ എല്ലാ ഓഫീസിൻ്റെ ഫ്രണ്ടിലും ഇരിക്കുന്ന അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന്.
ഓക്കെ. അപ്പോൾ ആ പാർട്ടി ആയാലും ആരുടേതായാലും ഓഫീസിൻ്റെ ഫ്രണ്ടിൽ പാടില്ല എന്ന് പറഞ്ഞു വന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനൊരു നൈറ്റ് പിന്നെ ഡ്യൂട്ടി ഒരു 8:30 മണിയാവും. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ഒരു പയ്യൻ വന്ന് പറഞ്ഞു, ഇങ്ങനെ മാഡം പറഞ്ഞു ബോർഡുകൾ മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എൻ്റെ ജോലിയല്ല, ഞാനത് മാറ്റിക്കാം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞത് എനിക്കൊരു കാര്യം ചെയ്യണം, മാഡത്തിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ ഇതിലായിരുന്നു, ടെൻഷനായിരുന്നു. എനിക്ക് അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ടുള്ളൊരു വിഷമമായിരുന്നു. ശരിക്കും ഞാനത് വിളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതേസമയം രാവിലെ 7 മണിയായപ്പോൾ ബോർഡുകളെല്ലാം മാറിക്കഴിഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു ഇത് റവന്യൂ ഇൻസ്പെക്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സർജൻ്റാണ് ഇത് മാറ്റേണ്ടത്. ഞാൻ അവരോട് പറയാൻ പറഞ്ഞു. 3 പേരെ ഞാൻ വിളിച്ച് പറഞ്ഞു. 7 മണിയായപ്പോൾ ബോർഡുകളെല്ലാം മാറി. യഥാർത്ഥത്തിൽ താങ്കളുടെ ജോലിയാണോ ഈ ഒരു നഗരസഭ വളപ്പിലെ ഈ റോഡുകൾ ഈ ബോർഡുകൾ മാറ്റുക എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. അല്ല, എൻ്റെ ജോലി ഉൾപ്പെടുന്ന കാര്യമല്ല. പറഞ്ഞതിന് എനിക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ കഴിയും. അത് എല്ലാ പാർട്ടികളുടെ ഇല്ലേ? ഒരു പാർട്ടിക്കാരുടെ ഉണ്ടായിരുന്നു, 3 പാർട്ടിക്കാരുടെ ഉണ്ടായിരുന്നു. ഇതിന് മുമ്പേ ഒരു പ്രശ്നം ഉണ്ടായി, അത് ഞാൻ പറയാം എന്താണ് അത് പറയാം. അപ്പോൾ ഇത് അവസാനം ആയപ്പോഴത്തേക്ക് ഇത് മാറി. രാവിലെ 7 മണിക്ക് മാറി. ഒരു 9 മണിയായപ്പോൾ ഞാൻ 10 മണിക്കാണ് എനിക്ക് ഡ്യൂട്ടി ചേഞ്ച് ചെയ്യേണ്ടത്. എന്നപ്പോൾ സർജൻറ്റ് എന്നോട് ഒന്ന് പറഞ്ഞു, നാളെ മുതൽ വരണ്ടെന്ന് പറഞ്ഞു. ഒരു ഉത്തരവും പേപ്പറോ ഒന്നും തന്നിട്ടില്ല, വാക്കാൽ പറഞ്ഞു. ആര് പറഞ്ഞു വരണ്ടെന്ന്? സർജൻറ്റ് പറഞ്ഞു, മാഡം പറഞ്ഞു വരണ്ട, മേയർ പറഞ്ഞു നാളെ മുതൽ നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞു, നിങ്ങളെ നീക്കി നിർത്തിയേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 1 ദിവസമായി 2 ദിവസമായി ഒരാഴ്ചയായി 1 മാസം ഒരു രക്ഷയില്ല. ഞാൻ കയറി ഇറങ്ങി ഒരു 10-15 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. ഇവരെ 4 പ്രാവശ്യം കണ്ടു. അവസാനം എന്നോട് പറഞ്ഞത് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താ വേണ്ടത്, ഈ സാധാരണ പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ പോലെ എന്നെ മനസ്സിലാവാത്ത രീതിയിൽ എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. അത് നന്നായിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ട് എന്നോട്. നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, ആവുമ്പോൾ അറിയിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ മടങ്ങി പോവുകയാണ് ചെയ്തത്. ഞാനൊരു 15ഓളം പ്രാവശ്യം പോയി, 4 പ്രാവശ്യം. ഇതെല്ലാം വാക്കാൽ ഉള്ള മാത്രമേ ഉള്ളൂ, വാക്കാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സാധാരണ ഇപ്പം ഷൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, എങ്ങനെയാണ് അത് പൊതുവെ അവരുടെ സമീപനം ആ രീതിയിലാണോ ജീവനക്കാരോട്? എല്ലാവരും പറയും പോലെ അങ്ങനെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ, ഇളയ മകളുടെ പ്രായമേ ഉള്ളൂ. അപ്പം എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ്. അതെ. അപ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ എൻ്റെ മകളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനൊന്നും അങ്ങനെ പറയാറില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല, അനുസരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നെ കാണുമ്പോൾ അവർക്ക് ഈ ചന്ദനക്കുറിയും അല്ലെങ്കിൽ സിന്ദൂരക്കുറിയും നൂലൊക്കെ കാണുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. വരണ്ടാന്ന് പറയും. എനിക്ക് 2 കുട്ടികളുണ്ട്, വലിയ പ്രാരാബ്ധക്കാരനാണ്. ഞാൻ വളരെ ബുദ്ധിമുട്ടി. ഞാൻ അങ്ങനെ എനിക്ക് അന്ന് ആ പ്രാവശ്യത്തെ ഓണത്തിന് എനിക്ക് ബോണസ് തന്നിട്ടില്ല, ഒന്നും തന്നില്ല. വളരെ പാടുപെട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പല പ്രാവശ്യവും ഞാൻ അവരെ സമീപിച്ചു. അപ്പോഴൊക്കെ എന്തായിരുന്നു സമീപനം? എന്തായിരുന്നു? ഇല്ല, എന്നെ കണ്ട ഇത് കാണിച്ചില്ല, എന്നെ പരിചയമുള്ള ഭാവം പോലും കാണിച്ചിട്ടില്ല. ഞാനാണ് പോയി ഡോർ തുറന്നു കൊടുക്കും, ഞാനാണ് പോയി റൂം തുറന്നു കൊടുക്കുന്നത്, ഒക്കെ ചെയ്യുന്നത് ഞാനാണ്. എന്നിട്ട് പോലും എന്നെ അവർക്ക് പരിചയമില്ലാത്ത ഭാഗത്തിലാണ് കാണിച്ചത്. നിങ്ങളുടെ കാര്യം തീരുമാനമൊന്നും ആയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒരു ചെറിയ പതിപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടെ ഒരാളുടെ അപ്രമാദിത്യം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം അത് ശരിയാണോ? താങ്കൾ ഇത് കാണുന്നതല്ലേ? എത്രയോ ആൾക്കാർ അവിടെ വന്നു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമീപനം ഒരിക്കലും ശരിയല്ല. കാരണം ഞാൻ 3 മേയറുടെ കീഴിൽ ചെയ്യരുത്, ഇവരെയും കൂട്ടി 4. എനിക്ക് അവരിൽ നിന്ന് ഒരു ഉണ്ടായിട്ടില്ല. 4 പേരുടെ മുകളിൽ നിന്ന് 4 പേരുടെ, ഒരു സ്ത്രീ 2 പുരുഷന്മാരുടെ. ഞാൻ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. എന്നെക്കുറിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, എനിക്ക് പറയാനുള്ള ഇതെന്ന് പറയുന്നത്, ഞാൻ വിളപ്പിൽശാല അടി നടക്കുന്ന സമയത്ത് ഞങ്ങൾ എടുത്തതാണ്. 2012 എന്നെ എടുത്തത്. ഈ എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാരിച്ച ജോലിയായിരുന്നു. ഹെവി ഡ്രൈവറാണ് ഞാൻ. ഈ ലോറിയും കൊണ്ട് ഈ അഴുക്കും വാരി കെട്ടി പോയി കൊണ്ടുവന്ന് ഇടുക, ചവക്കയിൽ കൊണ്ടിടുക, എരുമക്കുഴി കൊണ്ടിടുക. ഇട്ടതിന് ശേഷം ഞാൻ വന്നിട്ട് പിന്നെ 1 മണിക്ക് വന്നെടുത്ത് 8 മണിക്ക് എടുത്ത് പിന്നെ 1 മണിക്ക് തിരിച്ചിടുക. അവസാനത്തെ ലോഡ് കൊണ്ടുപോകുന്ന എൻ്റെ ലോഡാണ്. അത് മാത്രമല്ല, പോകുന്ന വഴിയിൽ അവസാനം അടി കിട്ടിയതും എനിക്കാണ്. സ്റ്റേഷൻ കഴിഞ്ഞിട്ട് രാത്രി ലാസ്റ്റ് ലോഡ് ഞാനിത്തിരി താമസിച്ചു പോയി, അതുകൊണ്ട് അവസാനം അടി എനിക്കാണ് കിട്ടുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ അന്നത്തെ മേയർ പറയുകയും ചെയ്തു, ഇവരെ ആരെയും നമുക്ക് പുറത്ത് വിടാൻ കഴിയില്ല. ചന്ദ്രിക മാഡം വന്നു. അതെ. വിടല് നമുക്ക് വേണ്ടി ഒരുപാട് പാടുപെട്ടവരാണ്. ഇവരെയൊക്കെ കുറേശ്ശെ ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് കുറേ പേരെ ഇങ്ങനെ എടുത്തു. കുറച്ച് പേരെ ആദ്യം ഡ്രൈവേഴ്സിനെ കുറച്ച് പേരെടുത്തു, അത് കഴിഞ്ഞ് വാച്ച്മാനെ എടുത്തു, കുറച്ച് ക്ലീനേഴ്സിനെ, അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് എടുത്ത് ലാസ്റ്റ് എടുത്ത് ഞങ്ങളെയാണ് 3 പേരെയാണ് എടുത്തത്. യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ അതിനകത്ത് ഇടപെടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഈ സഹപ്രവർത്തകർ അങ്ങനെ ഒന്നും വരാറില്ല. കാരണം ഇവരെ പേടിച്ചിട്ട് തന്നെയാണ്. ഇവരെ പേടിച്ചിട്ട് എന്നോട് സംസാരിക്കാറില്ല. ഇന്നതുവരെ എന്നെ ആരും വിളിച്ചിട്ടില്ല. അതായത് താൽക്കാലിക ജീവനക്കാരനായതുകൊണ്ട് മാത്രമായിരിക്കാം ഒരു പക്ഷേ ഒരു സമീപനം, അല്ലേ? അങ്ങനെ ആയിരിക്കും. താൽക്കാലിക ജീവനക്കാർ വേറെ ആൾക്കാർ അവിടെ
ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഇതല്ല. അവർക്ക് കുറിയില്ലല്ലോ. പക്ഷെ അവർക്ക് ആർക്കും കുറിയില്ല, നൂലില്ല, ഒന്നുമില്ല. അത് എൻ്റെ മൗലികാവകാശമല്ലേ അത്. എനിക്കങ്ങനെ ചെയ്തല്ലേ, ഒരു ജനാധിപത്യ രാജ്യമല്ലേ. അതൊരാളുടെ പേഴ്സണൽ അല്ലെങ്കിൽ വ്യക്തിപരമായുള്ള സ്വാതന്ത്ര്യമാണ്. അതെ 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 വിശ്വാസം. അതെ അതെ അതിനോട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ ഒരു കൊടി പിടിച്ചിട്ടില്ല, കൊടി പിടിക്കുന്നത് ശല്യപ്പെടുത്തിയിട്ടില്ല, ഞാനൊരു പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടില്ല, ഞാനൊന്ന് ക്യാൻവാസ് ചെയ്തിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെക്കുറിച്ച് ബാക്കിയുള്ളവർ ആരോടും ചോദിച്ചാൽ എന്നെക്കുറിച്ച് ആർക്കും ഒരു പരാതിയില്ല. ഞാൻ അങ്ങനെ ആയിരുന്നു. അതല്ലാതെ ഒരു മോശപ്പെട്ട ഒരാളിനെ നൈറ്റ് വാച്ചറായിട്ട് ഇടില്ലല്ലോ. പിന്നെ രണ്ടാമത് ഇടയ്ക്ക് വെച്ചപ്പോഴത്തേക്ക് ഞാനൊരു BJPയുടെ ഒരു ചെയർപേഴ്സൻ്റെ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ വെച്ച് തന്നെ മെയിൻ ഓഫീസിൽ തന്നെ. അങ്ങനെ എന്നെ നോക്കി വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ്? താങ്കളുടെ ജോലി ഡ്രൈവർ ആണല്ലോ. നേരത്തെ ഡ്രൈവർ ആയിരുന്നു. ഡ്രൈവർ വേക്കൻസി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കയറണമെന്നുണ്ടെങ്കിൽ വാച്ച്മാനായിട്ട് കയറിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഈ സാധാരണ ചെയർപേഴ്സൺ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവരുടെയൊക്കെ രാഷ്ട്രീയ ആൾക്കാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ചെയർപേഴ്സണൊക്കെ അവർക്ക് അവരുടേതായ ആൾക്കാരെ എടുക്കാൻ കഴിയും. അവർ പറയുന്ന ആൾക്കാർ, അല്ല ഇന്ന കോർപ്പറേഷൻ കൊടുക്കുന്നവർ തന്നെ വേണമെന്നില്ല, നിയമത്തിൽ പറയുന്നില്ല. അങ്ങനെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കുറിയിട്ടവനെയോ അല്ലെങ്കിൽ ഒരു നൂല് കെട്ടിയവനെ വിളിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതാണ്. ഞാൻ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ വണ്ടി ഓടിച്ചത് ഞാനാണ്. സൈലോ ആയിരുന്നു എൻ്റെ കാർ. ഓടി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. സാധാരണ വണ്ടി അവിടെ വഴി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടെ കിടക്കുമ്പോഴോ രാവിലെ പോയി എടുക്കുമ്പോഴോ കാറ്റില്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പമ്പ് കൊണ്ടുവന്ന് കാറ്റടിച്ചാണ് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ പോലും ഒരു ട്രിപ്പ് മുടക്കിയിട്ടില്ല ഞാൻ. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. എൻ്റെ പേരിൽ ഒരു കേസുമില്ല, ഒരു കാര്യങ്ങളില്ല. അങ്ങനെ വളരെ വിഷമമുണ്ടായി. കാരണം കുട്ടികളെ വളർത്തണ്ടേ. തീർച്ചയായും അങ്ങനെയാണ് പറ്റിയത്. എൻ്റെ ഇത്രയും വർഷം വെറുതെ പോയി എന്നുള്ളതാണ്. താങ്കളോട് ചെയ്ത ആ ദ്രോഹത്തിന് അതൊരു മനുഷ്യൻ, അതായത് ഒരു അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തി അതിൻ്റെ താഴെയുള്ള ഒരാളോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ടാണോ താങ്കൾ കാണുന്നത്? എന്നോട് മാത്രമല്ല പലരോടും കാണിച്ചതായി ഇപ്പം ഞാൻ അറിയുന്നു. പക്ഷേ എനിക്കതിലൊന്നും വലിയ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവനവൻ ചെയ്യുന്ന കർമ്മഫലം അവനവൻ അനുഭവിക്കുന്നതാണ്. എനിക്കതിൽ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവർക്ക് വേണ്ടി അങ്ങനെ വരല്ലേ എന്ന് പറയാനും എനിക്ക് പറ്റുന്നില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. അവരുടെ ഒരു വിശ്വസ്തരായിട്ടുള്ളവരിൽ താങ്കളില്ല? ഇല്ല. അങ്ങനെ വിശ്വസ്തരായിട്ടുള്ള ഒരു സംഘം ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ എന്നെ പുറത്താക്കിയതിലും ഞാൻ നേരിട്ട് കാണുകയോ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു വിശ്വാസമാണ്. അന്ന് ഇവരുടെ വ്യൂഹം, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ വ്യൂഹം പോയതിൽ കൊണ്ട് കയറ്റിയതിൽ ഒരു ഡ്രൈവറുണ്ട്. ഇയാൾ എനിക്കെതിരെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അയാളൊരു സംഘപ്രവർത്തകന്റെ മകനൂടെയാണ്. അയാൾ എന്നിട്ട് ഞാൻ അതല്ല, അദ്ദേഹത്തിന് മറ്റൊരു പാർട്ടിയുമായിട്ടാണോ ആഭിമുഖ്യമുള്ളത്? അതുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തിന്റെ ഡ്രൈവറാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മേയർ നല്ല സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞു ആരുടെയോ സമ്മർദ്ദം മൂലം അവരങ്ങനെ ആകുകയാണ് ചെയ്യുന്നത്. ആ വാഹന വ്യൂഹത്തിന് മീതെ കൊണ്ട് കയറ്റിയ ആ പയ്യൻ വേണമെങ്കിൽ അയാൾക്ക് പറയാമായിരുന്നു, എൻ്റെ അച്ഛനുമായിട്ട് പിന്നെ വർക്ക് ചെയ്ത ആളാണ് മാഡം, അയാളെ ഒന്ന് തിരിച്ചെടുക്കണമെന്ന് പറയാമായിരുന്നു. വേണമെങ്കിൽ പറഞ്ഞിട്ടില്ലേ ഇതുവരെ. അദ്ദേഹം പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല. ഈ സംഭവത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ജീവനക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? ജീവനക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകാധിപത്യത്തിൽ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? ഒരു ഏകാധിപതി, അതായത് അല്ലെങ്കിൽ ഒരു രാജ്യഭരണത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയില്ല. ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആരും എൻ്റെ സൈഡ് നിന്നിട്ടില്ല. എന്നെ കാണുമ്പം പറയും, അല്ലാതെ ഇന്നത് വരെ എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു ആളുണ്ട് അവിടെ. അത് പുള്ളി ഞാനുമായിട്ട് ഫോർട്ടിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. പുള്ളിക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് മാഡം. അദ്ദേഹവും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അടുത്ത മാസം അങ്ങാണ്ട് റിട്ടയർമെന്റ് ആണ്. ഞാനോട്ട് നല്ല ടൈംസിലാണ്. അതുകൊണ്ട് അതാ പ്രശ്നം. എനിക്ക് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യൂ, അയാളെ എടുക്കാം, നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറയുന്ന. ഈ മേയർക്കെതിരെ പല അലിഗേഷൻസും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായല്ലോ. ഈ പറഞ്ഞതുപോലെ പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിൽ അനധികൃതമായി പ്രവേശിച്ചു എന്ന് പറയുന്ന പോലെ അതിനേക്കാളും രൂക്ഷമായിട്ടുള്ള പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു ചില നിയമനങ്ങളൊക്കെ എന്നല്ലേ. ആ സമയത്തൊക്കെ അവിടെ ഉണ്ടോ? ഞാൻ അവിടെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഞാനില്ല. ഇത് ഇറങ്ങിയതിന് ശേഷമാണ് അങ്ങനെ ഉണ്ടായത്. ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ കൂടെ അതിനകത്ത് കൊടുക്കുകയാണ്. ഞാനില്ല. ഞാൻ ഇറങ്ങിയതിന് ശേഷം ഞാനാണല്ലോ അവരുടെ റൂമിലേക്ക് പോകുന്നത്. ഞാനാണല്ലോ അവർ ലോക്ക് ചെയ്യാൻ പോകുന്നത്. നൈറ്റ് വാച്ച് മാന്റെ ജോലിയാണല്ലോ, രാത്രി പൂട്ടുക. യഥാർത്ഥത്തിൽ അത് എന്താണ് സംഭവിച്ചത്? അത് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്കറിയാത്തൊരു കാര്യമാണത്. ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. കാരണം ഞാൻ പൂട്ടും താക്കോലും കൊണ്ട് പോവുക ഒരു അത്രയുള്ള, അല്ലാതെ വേറൊരു കാര്യങ്ങളൊന്നും. അപ്പൊ അവിടുന്ന് ആരോ അറിയില്ല. എനിക്കറിയാം, എനിക്ക് പറ്റത്തില്ല. ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പൊ പാർട്ടിക്കാരോട് ഇവർക്ക് അല്ലെങ്കിൽ സ്വന്തം ഇപ്പം താങ്കളോട് ഈ പറയുന്നത് പോലെ തന്നെ
കുറി തൊട്ടവരും അല്ലെങ്കിൽ കയ്യിൽ ചരട് കെട്ടുന്നവരോടും വിരോധം ഉള്ളതുപോലെ തന്നെ അപ്പോൾ തീർച്ചയായും സ്വന്തം പാർട്ടിക്കാരോട് ഉള്ള ഒരു ആഭിമുഖ്യവും ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു തെളിവല്ലേ ഇത്? അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രത്യക്ഷമായ എന്തെങ്കിലും പ്രകടനം അവിടെ ഉണ്ടാവാറുണ്ടോ? എന്ന് വെച്ചാൽ അവരോടുള്ള കൂടുതലുള്ള ഫേവറിസം അവർ കാണിക്കാറുണ്ടോ? അത് കാണിക്കാറുണ്ടെന്ന് മാത്രമല്ല, എൻ്റെ അവിടെയുള്ള അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നതായിട്ടോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിന് യാതൊരു മാറ്റവുമില്ല. രണ്ടാമത് എൻ്റെ ഭാഗത്തുള്ള ഒരു കൗൺസിലർ എനിക്കെതിരെ അവിടെ ചെന്ന് പറയുകയും ചെയ്തായിരുന്നു. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളിയും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. അല്ല, ഇത് എനിക്ക് വിശ്വാസം ഒറ്റൊരാഴ്ചയാണ് എന്നെ മാറ്റി നിർത്താറുള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് എന്നെ ഇങ്ങനെ ലോങ് ആയിട്ട് ഇങ്ങനെ മാറ്റി നിർത്തിയത്. ഇപ്പം പിന്നെ 2 മാസം കഴിയുമ്പോൾ 2 വർഷമാകാൻ പോകുന്നു. അല്ല, ഇത്രമാത്രം ഒരു ശത്രുത തോന്നാൻ ഇപ്പൊ കൗൺസിലറും താങ്കളോട് ശത്രുത എന്ന് പറയും, എന്തായിരിക്കാം കാരണം? അവരുടെ പാർട്ടിപരം മാത്രമാണോ? പാർട്ടിപരമായിട്ട് അല്ലാതെ വേറെ ഒന്നും വരാൻ ഒരു ചാൻസും ഇല്ല. പാർട്ടിപരമായിട്ട്. കാരണം ഇദ്ദേഹത്തിനെതിരെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോയത് എൻ്റെ അനിയനാണ്. ആ പുള്ളിയെ മാറ്റി. അത് അദ്ദേഹത്തിന് അറിയാം. അനിയൻ്റെ ഫ്രണ്ടും ഒക്കെയാണ് പുള്ളി. പക്ഷെ പുള്ളിക്ക് എന്നെ അങ്ങനെ ഇഷ്ടമല്ല. അതാണ് കാര്യം. അത് BJP പാനലിലായിരുന്നു. BJP പാനലിലാണ് അനിയനെ നിർത്താൻ പോയത്. ഇദ്ദേഹം വേറൊരിടത്ത്, അദ്ദേഹത്തിന്റെ സ്ഥലമല്ല, വേറൊരിടത്ത് വന്ന് നിന്നതാണ്. അദ്ദേഹത്തിന്റെ വാർഡല്ല. അയാളും ശക്തമായിട്ട് ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ മാറ്റി നിർത്താൻ. അത് എനിക്കത് അവിടെ നിന്ന് അറിവുണ്ടായിട്ടുണ്ട്. അനിയൻ മത്സരിച്ചിരുന്നു? ഇല്ലില്ല, അനിയന് വരെ വേറൊരാളെ നിർത്തി. അതിന്റെ ഒരു വൈരാഗ്യം പുള്ളിക്ക് പുള്ളിക്കുണ്ട്. പോലെ മാത്രമല്ല, ക്യാൻവാസ് ചെയ്യാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു, അങ്ങനെയും പുള്ളിയുടെ മനസ്സിലുണ്ട്. ഈ അവരുടെ ഇപ്പൊ പല സീനിയർ നേതാക്കളെയും അവഗണിച്ചിട്ടാണ് അവരിലേക്ക് എത്തുന്നത്. അപ്പോൾ അതൊരു നഗരസഭയിൽ അതിനൊരു സംസാര വിഷയമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. കാരണം സീനിയറായിട്ടുള്ള 2 പേര്, എൻ്റെ അറിവിൽ ശരിയാണെന്നുണ്ടെങ്കിൽ 2 പേര് സീനിയറായിട്ടുള്ള അവിടെ ഉണ്ടായിരുന്നവർ 2 പേര് തോറ്റുപോയി. അങ്ങനെ ഇവർക്ക് കിട്ടിയത് ലക്കിയാണ്. അത്രേ ഉള്ളൂ. ഞാൻ ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടിയിലാണ് അവിടെ. സത്യപ്രജ്ഞ സമയത്തൊക്കെ ഞാൻ വിജയിച്ചവരിൽ തന്നെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരുപാടുണ്ട്. അവരെല്ലാം അവഗണിച്ചാണ് വന്നത്. അതെങ്ങനെ വന്നു എന്നാണ് നഗരസഭയിലെ കഥ? എന്താണ്? നഗരസഭയുടെ അല്ലല്ലോ, അത് രാഷ്ട്രീയമാണല്ലേ. അതെ, അവർക്ക് അറിയാമല്ലോ അവിടെ. അത് രാഷ്ട്രീയമാണല്ലോ പറയുന്നത്. ഇന്ന ആളിനെ ആക്കണം. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി പിന്നെ MLA വരുമ്പോഴത്തേക്ക് ആരെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. അതെ, അത് അതെന്താണ് നമുക്കറിയാൻ കഴിയില്ല. അത് അവരുടെ ഇതല്ലേ, പിന്നെ ഗുഡൻസ് അല്ലേ നമുക്ക്. ഒരു പ്രായം കുറഞ്ഞ ഒരു മേയർ വരുന്നു, അപ്പോൾ നഗരസഭയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? നല്ലതായിരിക്കണമായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് വരേണ്ടത്. വേൾഡിൽ തന്നെ ആദ്യമായിട്ടല്ലേ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ വന്ന് ഭയങ്കരമായിട്ട് സന്തോഷിച്ച കൂട്ടത്തിലാണ് ഞാൻ. സന്തോഷത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ഒരു വന്നു, പിന്നെ അറിഞ്ഞു പ്രസിഡന്റ്. ഇവരിങ്ങനെ ഈ പറഞ്ഞതുപോലെ നല്ല സ്വഭാവം അല്ലെങ്കിൽ നല്ല ഇതാണെന്ന് പറയുന്നു. പക്ഷെ അവർ ഇങ്ങനെ ഈ എടുത്തെടുത്ത് അടിച്ച പോലെയുള്ള സംസാരവും അങ്ങനെ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ല ഒരു പെരുമാറ്റവും ഒക്കെ വരുന്നത് എന്തുകൊണ്ട്? അഹങ്കാരി എന്നുള്ള പേരെങ്ങനെയാ അവർക്ക് കിട്ടിയത്? അല്ല, എന്താണ് ആരുടെയോ ഇംഗിതത്തിന് വഴങ്ങുന്നു എന്ന് പറഞ്ഞ കൂട്ട് അവരുടെ അങ്ങനെ ആവാം. അങ്ങനെ അതിനാണ് ഞാൻ ഒരാളുടെ പേര് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത്. അവരുടെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവറിന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ ചേരുംപടിയല്ലേ ചേരുള്ളൂ. കാരണം ഒന്നുകിൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരുന്ന ആള് അറിവും ബോധമുള്ള ആളായിരിക്കണം. എന്നാൽ കുഴപ്പമില്ല. കീഴോട്ട് പോയാൽ കീഴോട്ടല്ലേ പോവുള്ളൂ. താങ്കൾക്ക് താങ്കളുടെ ജോലി തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ ഇനി? ഞങ്ങൾ 40ഓളം ആൾക്കാരുടെ കേസ് ഹൈക്കോടതിയിലാണ്. അപ്പോൾ അത് വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം 40ഓളം താൽക്കാലിക ജീവനക്കാരുടെ അവർ ഡ്രൈവറായിട്ടും ക്ലീനറായിട്ടും വാച്ചറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ പേരുമുണ്ട്. അപ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ. ഈയിടെ സർക്കാർ കുറെ പേരെ പെർമനന്റ് ആക്കിയിരുന്നു പല ഡിപ്പാർട്ട്മെന്റ്. നഗരസഭ ഉൾപ്പെടെയുള്ളവരുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിലൊന്നും താങ്കളുടെ പേര് പേരിലില്ല. അത് അത്രയും യൂണിയൻകാരാണ്. അവരുടെ പാർട്ടിക്കാർ മാത്രമാണ്. ക്ലീനേഴ്സ്, ഈ റോഡ് ക്ലീൻ ചെയ്യുന്ന അവരുടെ അതിലുള്ളതാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലീനേഴ്സാണ് അവരെല്ലാം ആയിട്ടുണ്ട്. എല്ലാം പാർട്ടിക്കാരാണ്. ഇപ്പൊ നാട്ടിലൊരു പാർട്ടി ആയിരിക്കും, ഇവിടെ വരുമ്പോഴത്തേക്ക് അവരുടെ വീട്ടങ്ങ് ചേരും. അതിപ്പോ എല്ലാവരെ കൊണ്ടും കഴിയത്തില്ലല്ലോ. നാട്ടിലൊരു പാർട്ടി ആയിരിക്കും, അവർ വേറെ പാർട്ടി. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ നഗരസഭയുടെ ചരിത്രത്തിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 60% വേറെ പാർട്ടിയാണ്. ഒരു മാറ്റവും വേണ്ട. ഇവിടെ വന്ന് അതിലോട്ട് അങ്ങ് ഒഴുകുകയാണ്. ആ ഒഴുക്കിലൂടെ അങ്ങ് ഒഴുകി പോവുകയാണ്. അത് എല്ലാവരെ കൊണ്ടും കഴിയത്തില്ലല്ലോ. അതായത് CPM ആയിട്ടുള്ള ഭരണപക്ഷത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ. സംശയമില്ലാത്ത കാര്യം. ഒരു മാറ്റവും വേണ്ട. ഞാൻ എന്നെ ആക്കിയതിന് ശേഷം ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ, ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിനെ എന്തോ അടിപിടിയുള്ളവർ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. വേറൊരു ക്ലീനറിനെ മാറ്റിയിട്ടുണ്ട്. അത് 3 ദിവസത്തിനകത്ത് അവരെ തിരിച്ചെടുത്തു. പാർട്ടി ഇടപെട്ട് 3 ദിവസത്തിനകത്ത്
തിരിച്ചെടുത്ത അന്ന് മേയർക്കൊരു വല്ലാത്തൊരു തിരിച്ചടിയായി. അപ്പോഴും ഞാൻ പുറത്ത് നിൽക്കുകയാണ്. എനിക്ക് പറയാൻ ആരും വന്നില്ല, ഞാൻ ആരോടും പോയി പറഞ്ഞിട്ടില്ല. താങ്കൾ പാർട്ടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സമ്മർദ്ദത്തിന് ഈ മേയറെ സ്വാധീനിക്കാനായിട്ട് ശ്രമിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ് ശ്രമിക്കാറ്? എനിക്കൊരു ജോലി, അതായത് ഞാൻ കാർപ്പൻ്ററാണ്. എനിക്ക് എങ്ങനെയായാലും ഇപ്പോൾ എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 685 രൂപയാണ്. ഒരു ദിവസം നമ്മൾ ഇത്രയും സല്യൂട്ട് അടിച്ച്, ഇത്രയും ഉറക്കം കഴിഞ്ഞ്, ഇത്രയും പാടുപെട്ടവരുടെയൊക്കെ വാങ്ങിയിരിക്കുന്ന കേട്ട് പെട്രോളും ചിലവാക്കി നമ്മൾ ബൈക്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 685 രൂപയാണ് ദിവസവേതനം. ഈ കട്ട പറക്കാൻ പോകുന്ന ബംഗാളിയൊക്കെ 1000 രൂപ കിട്ടും. ആരോഗ്യം തരണമെന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. അല്ലാതെ ഞാൻ ആരോടും പോയി പറഞ്ഞിട്ടില്ല, അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ശ്രമിക്കാനായിട്ട് ഉപദേശം നൽകിയിരുന്നു? ഉണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കോർപ്പറേഷൻ ഓഫീസിലുള്ളവർ തന്നെ, കോർപ്പറേഷൻ ഓഫീസിലുള്ള ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ കീഴിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഫോർട്ടിലും ഇവിടെയും പല സ്ഥലങ്ങളിലും ഞാൻ ഇങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ മാപ്പ് എഴുതി കൊടുത്താൽ താങ്കൾക്ക് ജോലി കിട്ടുമായിരുന്നു? മാപ്പ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ മാപ്പ് എഴുതി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ. എന്തോ ഒരു വിരോധം തോന്നിയത് കൊണ്ടാണല്ലോ. ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പറ്റുന്നത്? ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അതിന് ഞാൻ ഇതല്ല, ബില്ലിംഗ് അല്ല, ഒരിക്കലും അല്ല. ഇപ്പോൾ ഡ്രൈവർ യദു അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അവർ ചെയ്തിട്ടുണ്ടെന്ന് മേയർ വിധിക്കുകയാണ്. ഞാൻ എഴുതി കൊടുത്തപ്പോൾ ഞാൻ തെറ്റുകാരനായി പോയില്ല. ഞാൻ തെറ്റുകാരനല്ലല്ലോ, എൻ്റെ ജോലിയല്ല. ബോർഡ് എടുത്ത് മാറ്റുക എന്നുള്ളത് എൻ്റെ ജോലിയല്ല. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ ജോലിയല്ല. അയാളുടെ മോനെ എന്നൊക്കെയാണ് ഞാൻ വിളിക്കുന്നത്, പയ്യനാ, കൊച്ചുമേന, എൻ്റെ മകൻ്റെ പ്രായം. അപ്പോൾ അത് എൻ്റെ ജോലിയല്ല, ഞാനത് ചെയ്യിക്കാം എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ പറയാം എന്നാണ് പറഞ്ഞത്. ഞാൻ 3 പേരോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അതൊരു അനുസരണക്കേടായിട്ട് മേയർ വായിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അങ്ങനെ താങ്കൾക്ക് തോന്നുമായിരുന്നെങ്കിൽ താങ്കൾക്ക് ജോലി നിലനിർത്താനെങ്കിലും അത് ചെയ്തുവിടായിരുന്നു. ഞാൻ എഴുതി കൊടുത്തില്ല. അവരോട് ഞാൻ ചെന്ന് പറഞ്ഞു, എൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റുണ്ടായെന്ന് ഞാൻ ചോദിച്ചു. സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ പൊയ്ക്കോളൂ, അറിയിക്കാം. പിന്നെ ഒരു ദിവസം ഞാൻ ചെന്ന് നിന്നു. എനിക്ക് അന്ന് ആ സമയത്ത് എനിക്ക് BP ഒക്കെ കയറിയായിരുന്നു. പെട്ടെന്നൊരു ജോലി പോകുന്നതല്ലേ. ഞാൻ പോയി ചായ പോലും കുടിക്കാതെ ഞാൻ പോയി 2.5 മണിക്കൂർ ഇരുന്നു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഒരു ഓഫീസറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നെ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരാളെങ്ങനെയായപ്പോൾ പോയി എന്തെങ്കിലും കഴിക്കുക, എന്തെങ്കിലും ചെയ്യും. 2.5 മണിക്കൂർ ഞാൻ ഒരേ കണക്ക് അവിടെ ഇരുന്നു. അവരുടെ ഡോർ തുറക്കുമ്പോഴെല്ലാം എന്നെ കാണുകയാണ്. എന്നിട്ട് പറഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ അപ്പുറത്തെ ഡോർ വഴി ഇറങ്ങിപ്പോയി. ഞാൻ ബോഡി ചെന്നപ്പോൾ എന്നെ മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോയി. അപ്പോഴും എൻ്റെ മനസ്സിലെന്താണ്, എൻ്റെ മകളെ പോലെ എന്ത് ചെയ്യാൻ പറ്റും? താങ്കൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവർക്കൊരു ഈർഷ്യ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമായിരുന്നല്ലോ. അല്ല, അത് അവർ പറയണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു മാപ്പ് എഴുതാന്ന് പറഞ്ഞു. അങ്ങനെ മാപ്പ് എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. എനിക്ക് മാപ്പ് പറയേണ്ട ഒരു കാര്യമില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ എന്താ ചെയ്തത്? ഞാൻ മാഡത്തിനോട് സംസാരിച്ചോ? ഇല്ലല്ലോ. മാഡത്തിന്റെ സ്റ്റാഫിനോടല്ലേ പറഞ്ഞോളൂ. ഇയാൾ പോയി എന്ത് പറഞ്ഞെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും? അറിയില്ല. ഇയാൾ അവരുമായിട്ട് സംസാരിച്ചിരുന്നു? സംസാരിച്ചു. അയാളാണ് എന്നോടൊന്ന് പറഞ്ഞു, ചേട്ടാ ഞാൻ പറഞ്ഞപ്പോൾ പറയുന്നത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അയാളൊരു 3-4-5 ദിവസം കഴിഞ്ഞപ്പോൾ അയാളെയും പുറത്താക്കി. അയാൾ പുറത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതെന്താണ്? അതറിയില്ല. അവരുടെ പാർട്ടി ഇവിടുന്ന ആളാണല്ലോ, പേഴ്സണൽ സ്റ്റാഫാണ്. ഞാൻ കാറിലൊക്കെ കൂടെ പോകുന്ന, പേര് ഞാൻ അങ്ങോട്ട് ഓർമ്മിക്കുന്നില്ല. പുള്ളിയും പുറത്താണ്. താങ്കൾക്ക് ആര്യ രാജേന്ദ്രനിൽ നിന്ന് ഒരു അർഹിക്കുന്ന നീതി ലഭിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? സംശയമില്ലാത്ത കാര്യം. അങ്ങനെയാണ് ഞാൻ തെറ്റുകാരനായിരിക്കണം, എങ്കിൽ തരണ്ട. അത് ആവശ്യം ശരിയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു അലിഗേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് തരണ്ട. ഞാൻ പോകേണ്ട കാര്യമില്ല, ചോദിക്കുന്നതുമില്ല. ഞാൻ പോവുകയില്ലായിരുന്നു. ഞാൻ അങ്ങനെ 15ഓളം പ്രാവശ്യം പോയി. പോകുമ്പോഴെല്ലാം ഞാൻ ജോലി ചെയ്തിട്ടുള്ള എൻ്റെ മുകളിലോട്ടുള്ള ഓഫീസർമാരെ കണ്ടിട്ടുണ്ട്. അത് ലേഡി ആയാലും ജെൻസ് ആയാലും എല്ലാവരും കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം വളരെ വിഷമമായി. തീർച്ചയായും ഇദ്ദേഹം നഗരസഭാ അധ്യക്ഷയുടെ മറ്റൊരു അനീതിയുടെ ഇരയായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുന്നതെന്നോ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ആധിക്യം ഒരു മനുഷ്യനെ എങ്ങനെ മാറ്റുന്നു എന്നൊക്കെയുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇവരൊക്കെ. ഇവർക്കൊക്കെയാണ് നീതി വേണ്ടത്. മറ്റൊരു യദു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന മനുഷ്യനാണ് എൻ്റെ ഒപ്പം ഇവിടെ ഇരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ വിഷയങ്ങളാക്കി അത് ഇരയാക്കപ്പെടുന്ന കുറേ മനുഷ്യർ, അവരിൽ ഒരാളായി ഇദ്ദേഹവും മാറുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.